ഹായ് ഗൈസ്, യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും യാത്രകൾ ഏറെ ഇഷ്ടമാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം അതുകൊണ്ട് തന്നെ കുട്ടികളുമൊത്ത് യാത്ര പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കോതമംഗലത്തിനടുത്തുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തെക്കുറിച്ചാണ്. ഏകദേശം 16 കിലോമീറ്ററാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിട്ട് കോതമംഗലത്തു നിന്നുള്ളത്. നേരിമംഗലം ചാരുപാറ റൂട്ടിൽ ആണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരുന്നത്. നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. അതോടൊപ്പം തന്നെ ഭൂതത്താൻകെട്ട് ഡാമും പിന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ആദ്യം നമ്മൾക്ക് ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ നിന്നും തുടങ്ങി തിരിച്ച് നമ്മൾ ഭൂതത്താൻകെട്ട് ബാരേജിൽ വന്ന് അവിടെ നിന്നും തട്ടേക്കാടിയിട്ടും പോകാൻ സാധിക്കും. 2012 ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നിർമ്മിച്ചത്. ഇതിൻ്റെ നീളം വരുന്നത് 182 മീറ്ററാണ്. വീതി 1.5 മീറ്റർ ഉണ്ട് ഇതിന് വീതി. ഈ തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര ചെറിയ സാഹസം നിറഞ്ഞതാണ്. കാരണം ഈ തൂക്കുപാലം യാത്ര ചെയ്യുന്നവർക്ക് ഒരു പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇതിൻ്റെ ഹാങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഷേക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതൊരു ചെറിയൊരു ഭയം ഉളവാക്കുന്നതാണ്. തൂക്കുപാലത്തിലൂടെ നടന്ന് നമ്മൾ അക്കരെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം തോന്നിയിരിക്കാം. പക്ഷേ എന്നാലും ഇതിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. പെരിയാർ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നു. അതിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു തൂക്കുപാലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ തൂക്കുപാലം അങ്ങോട്ട് ബന്ധിച്ചിരിക്കുന്ന ഇരുമ്പ് വടത്തിലാണ്. രണ്ട് കര തമ്മിൽ ഇരുമ്പ് വടത്തിൽ തൂക്കി അതിനകത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ കരകളെ തമ്മിൽ ബന്ധിക്കുന്ന ഈ തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര ചെറിയൊരു സാഹസ്യം നടന്നതെന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റാണ്. കാരണം ആ നടുക്കെത്തുമ്പോൾ നല്ല ഒരു ആട്ടം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് വരുന്നതാണ് ഈ ആട്ടം. അപ്പോൾ അത് ആസ്വദിക്കാനും ആയിട്ട് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ തൂക്കുപാലത്തിൻ്റെ ലൂടെ നടന്ന് അക്കരെ എത്തി അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന നിരവധി ആളുകളുണ്ട്. ഒത്തിരി ആളുകൾ ദിനം പ്രതി സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇഞ്ചത്തൊട്ടി ഭൂതത്താൻകെട്ട് ബാരേജിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലങ്ങളിൽ ഇഞ്ചത്തൊട്ടിയിൽ ജലം കുറവായിരിക്കും. വേനൽക്കാലങ്ങളിലായിരിക്കും ഇഞ്ചത്തൊട്ടിയിൽ കൂടുതൽ ജലം കാണാൻ സാധിക്കുക. മൺസൂൺ കാലങ്ങളിൽ ജലം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പോകാൻ നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.